മാതാപിതാക്കളോട് നമുക്ക് ഒരു കടപ്പാടുണ്ട്. ചിലപ്പം കെട്ടിക്കഴിയുമ്പോൾ ഭാര്യയും മക്കളും മാത്രം, ഭർത്താവും കുഞ്ഞുങ്ങളും മാത്രം. ഒരിക്കലും മുമ്പ് വെച്ച അമ്മയും അപ്പനെയും മറക്കരുത്. അങ്ങനെ മറന്നാൽ അനുഗ്രഹം നഷ്ടപ്പെടും. പ്രഭാഷകൻ 3:24. നല്ല കാലത്തോളം ഈ ഭൂമിയിൽ നീ ജീവിക്കേണ്ടതിന് അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം. മത്തായി 25:31 മുതൽ 46 വരെ വാക്യങ്ങൾ. അന്ത്യവിധിയിൽ ക്രിസ്തു ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ. 1. എനിക്ക് വിശന്നു ദാഹിച്ചു, നീ എനിക്ക് ഭക്ഷണം തന്നോ, പാനീയം തന്നോ? നമ്മൾ പറയോ, ആകാശപ്പറവകൾക്ക് നാട്ടിൽ എന്തോരം ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, തർമ്മക്കാർക്ക് പാനീയം കൊടുത്തിട്ടുണ്ട്. തമ്പുരാൻ പറയും, അതല്ല മോനെ മോളെ, നിന്റെ പെരയ്ക്കകത്ത് 80 വയസ്സുള്ള അപ്പനായി 75കാരി അമ്മയായി അപ്പ എന്ന വിളി കേൾക്കാൻ, അമ്മേ എന്ന വിളി കേൾക്കാൻ എനിക്ക് വിശന്നു ദാഹിച്ചു, നീ എനിക്ക് സ്നേഹത്തിന്റെ ഭക്ഷണം തന്നോ, സ്നേഹത്തിന്റെ പാനീയം തന്നോ? തന്നെങ്കിൽ സ്വർഗം, ഇല്ലെങ്കിൽ നരകം. ഇപ്പൊ നമുക്ക് ആ ഒരു ചിന്ത ചിലപ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. പ്രായമാകുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും ചിന്ത മാറും. ചെറുപ്പത്തിലെ ചിന്തയല്ലല്ലോ. ഒരമ്മ പറഞ്ഞാൽ എനിക്ക് 3 ആമക്കളാ, 2 പേര് ഈരണ്ട് പോലീസ് ചട്ടത്തുണി എടുത്തു തന്നിട്ട് 4 ചട്ട തുന്നി വെച്ചിട്ടുണ്ട്. ഇളയവൻ ബാങ്കിലെ അറ്റൻഡറാണ്. അവന്റെ കൈ കൊണ്ട് JK തുണി കൊണ്ടോ റേഷൻ തുണി കൊണ്ടോ ഒരു ചട്ട തുണിയിട്ടിട്ട് മരിച്ചാൽ മതി. ഇതാണ് മക്കളെ കൊണ്ട് കിട്ടാനുള്ള ഒരമ്മയുടെ കൊതി പ്രായമാകുമ്പോൾ. ചില മക്കളെയും പറ്റിയും കാണാം, അവധിക്ക് UK നിന്ന് നാട്ടിൽ വരും, വിദേശത്തു നിന്നൊക്കെ ഇങ്ങനെ വരും. വന്നു കഴിയുമ്പോഴോ ചുമട്ടുതൊഴിലാളിയായിട്ടാണ്, കൂട്ടുകാർ കൊടുത്തുള്ള പാഴ്സലാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സപ്ലൈ ആയിട്ട് ഒറ്റ നടപ്പ്. പിന്നെ വീഗാലാൻഡ്, തണ്ടർവേള്, കുട്ടിക്കാനം, മൂന്നാർ, ഇതൊക്കെ കാണാനൊക്കെ പോക്ക്. 3 ആഴ്ചത്തേക്ക് വരുന്നതാണ്. അവസാനം പേരിന് മാത്രം അച്ഛനും അപ്പൻ്റെ അമ്മയുടെയും കൂടി ഇരിക്കും. പല കാരണന്മാർക്കും സങ്കടമാണ്. ഒരു കാര്യം ഓർത്തോണം, അപ്പൻ്റെയും അമ്മയുടെയും കൂടെ അല്പസമയം ചെലവഴിക്കാൻ പറ്റാത്തവർ അവധിക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. 2. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ? രോഗാവസ്ഥയിൽ പ്രത്യേക കരുതൽ. ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ഫോൺ വിളിച്ചോണം. പറ്റുമ്പം എത്ര ബുദ്ധിമുട്ടിയാലും പൈസ ഒന്നും ബാക്കിയില്ലെങ്കിലും വീട്ടിൽ പോയി കണ്ടോണം. കാരണം പിന്നീട് ഓർത്ത് ദുഃഖിക്കാൻ ഇടയാകരുത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില മക്കളും മറ്റുമൊക്കെ അവധിക്ക് വരും, നാട്ടിൽ നിന്ന് വിദേശത്ത് നിന്ന് വന്നാലോ അപ്പന് ചെവി കേൾക്കുകയെന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ നടക്കും. അമ്മയ്ക്ക് കണ്ണ് കാണുകയില്ല, അടുത്തോടെ പോവുകയില്ല. കണ്ണ് കാണാൻ മേലെ തൊടാവുന്ന ദൂരം തിരിഞ്ഞു കൊടുക്കണം. ചെവി കേൾക്കത്തില്ലേ, അലറി പറയണം. കാരണം നമുക്ക് ജന്മം തന്ന് നമ്മളെ വാക്കു പറയാൻ പഠിപ്പിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ. ആ കരുതൽ വേണം നമുക്ക്. ചില മക്കളും വരും വിദേശത്ത് വന്നു കഴിഞ്ഞാൽ അപ്പനും അമ്മയും വല്ലതും പറയുമ്പോൾ മറുപടി മൂളുന്ന കേട്ടാൽ പൊമറേനിയും പറ്റി കുറയ്ക്കുന്ന പോലെ ഒരു പ്രത്യേക സ്വരവ. ഓ യാ യാ എന്തോ ഒച്ചയാന്ന് ഓർത്തോണം. ഒരുത്തിന് 5 വർഷം കൂടി നാട്ടിൽ വന്നു. പ്രായമുള്ള അമ്മ ക്ഷീണിച്ച് കട്ടിലേക്ക് കിടക്കുക. അപ്പം അമ്മ പറഞ്ഞു, മോനെ പിത്തം, കഫം, ചുമ, കൊര, ക്ഷീണം. പറഞ്ഞു യായ 19 വയസ്സാകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. ഇത് അമ്മയ്ക്ക് ഒട്ടും കഴിച്ചില്ല. എൻ്റെ മോനെ മാസം 850 രൂപയുടെ കുഴമ്പ് വേണം. അതിനുവേണ്ടി 1000 രൂപ ഞാൻ തന്നെ മാറ്റി വെക്കുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് ചൊറിഞ്ഞ് കയറുക കേട്ട്. അമ്മ പറഞ്ഞു പോട്ടെ. അമ്മയുടെ മുണ്ടും ചട്ടയും കവണിയും എലി വെട്ടിക്കളഞ്ഞു. ഓടാൻ അവൻ പറയും, റിയലി ഒന്നുമില്ല മോനെ, പഴയ പെരേലിയാ, അത് വെട്ടി ദൂരെ കളഞ്ഞത്. അപ്പൊ ഒരു രോഗത്തിന് ക്ഷീണത്തിൽ അടുത്തിരുന്ന് കേൾക്കുന്ന, സംസാരിക്കുന്ന, ഒത്തിരിക്കുന്ന ഒരു മനസ്സ് വേണം. ഇതാണ് ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ. 3. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ. എന്താണ് നഗ്നത? നാണം കെട്ട അവസ്ഥ. കാരണന്മാർക്ക് തോന്നല് മക്കൾക്കും മരുമക്കൾക്കും ഞങ്ങളൊരു ഭാരമാ. ഓരോ വരവിനും ഒരു ഭാരത്തെ നോക്കുന്ന പോലെ മാതാപിതാക്കളെ നോക്കരുത്. അവർക്ക് തോന്നണം ഈ മകനും മരുമക്കും കൊച്ചുമക്കൾക്കൊക്കെ ഞങ്ങളെ വേണം, ഞങ്ങളോട് സ്വീകാര്യതയുണ്ട്. ആ പെരുമാറ്റമേ മാതാപിതാക്കൾക്ക് തോന്നാവൂ. ഒരിക്കലും മാതാപിതാക്കൾക്ക് നാണക്കേട്, ഒറ്റപ്പെട്ടു പോയി ആ ചിന്ത വരരുത്. 4. ഞാൻ പരദേശിയായിരുന്നു, നീ എനിക്ക് പാർപ്പിടം തന്നോ. ആരാ പരദേശി? എൻ്റെ ഹൃദയത്തിൽ പാർപ്പിടം ഇല്ലാത്തയാളാണ് പരദേശി. കല്യാണം കഴിച്ച മോന് അമ്മയും അപ്പനും വേണ്ട, ഭാര്യ മാത്രം മതിയെങ്കിൽ അവന്റെ അപ്പനും അമ്മയും അവന് പരദേശിയായിട്ട് മാറി. കെട്ടിച്ച പെണ്ണിന് ഭർത്താവിന്റെ അപ്പനെയും അമ്മയും വേണ്ടേ, അവൾക്ക് അവളുടെ ഇൻലോസ് മുഴുവൻ പരദേശിയായിട്ട് മാറി. മാതാപിതാക്കളുടെ വില ജീവിക്കുമ്പം അറിയുകയില്ല, മരിച്ചു കഴിയുമ്പോഴേ നമ്മൾ അറിയൂ. ഞാൻ അവധിക്കാലത്ത് വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ അമ്മയൊന്നും ഒരുപാട് കരയുമായിരുന്നു, ഒത്തിരി കരയുമായിരുന്നു. അവധി തീരുമല്ലോ, ഇപ്പം പോകുമല്ലോ. ഇത് അമ്മ എന്തൊരു ശല്യമാണ്. പക്ഷെ അപ്പൻ പട്ടാളക്കാരനാ. അമ്മ മരിച്ചു കഴിഞ്ഞ് ഞാൻ അവധിക്ക് ചെല്ലുമ്പം അപ്പൻ്റെ ആദ്യ ചോദ്യം, എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? അമ്മ സത്യത്തോടെ ചോദിക്കുന്നതാ. വണ്ടിക്കൂലി എടുത്തോണം, കൃത്യം പറഞ്ഞ് ഒരു ചിട്ടയുണ്ട്. ഉള്ളപ്പം അറിയുകയില്ല. അപ്പനും അമ്മയും ഉള്ളപ്പം വീട് നിന്റെ വീടാണ്, നമ്മുടെ വീടാണ്. ഒരാൾ മരിച്ചാലും
ഒരാൾ ബാക്കിയുണ്ടെങ്കിൽ ആ വീട് എൻ്റെ വീടാണ്. രണ്ടുപേരും മരിച്ചോ അതെൻ്റെ അനിയൻ്റെ വീടാണ്, അതെൻ്റെ പെങ്ങളുടെ വീടാണ്, അതെൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ്. എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് പോയി അപ്പനും അമ്മയും മരിച്ചു കഴിയുമ്പം അവരുണ്ടെങ്കിലുള്ള അഡ്രസ്. അപ്പനും അമ്മയെന്ന് പറഞ്ഞാൽ വീട്ടുമുറ്റത്തെ മാവാണ്. വീടിൻ്റെ മുറ്റത്തൊരു മാവ് നിന്നപ്പോൾ മാവിൻ്റെ വില അറിഞ്ഞില്ല. ഒരു ദിവസം ആ മാവ് പെടന്നു വീണപ്പോഴാണ് മനസ്സിലായത് മാവ് മറച്ചു പിടിച്ച ആകാശം എത്ര വലുത്, മാവ് നിറഞ്ഞ കാറ്റ് എത്ര വലുത്, മാവ് ശുദ്ധീകരിച്ച വായു എത്ര ധന്യം. മാവുള്ളപ്പോൾ അറിഞ്ഞില്ല, അപ്പനമ്മ ഉള്ളപ്പം വിലയറിയില്ല. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞ് കൂട്ടുകാരും എല്ലാവരും കൊണ്ടുവന്ന് വലിയ റീത്ത് വണ്ടിച്ചക്രം ഉരുട്ടി നെഞ്ചത്ത് വെക്കുന്നതിനേക്കാൾ ഭേദം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പൂ കയ്യിലോട്ട് കൊടുക്കുക. ഇതാ പ്രധാനം. ഒരു കോളേജിന്റെ വാതിക്കൽ ഒരു അച്ചായൻ താമസിച്ചിരുന്നു. പോകുന്ന വഴിക്ക് പെൺപിള്ളേരൊക്കെ തിരിച്ചുകൊണ്ട് പാങ്കിൾ സുഖമല്ലേ, ഹായ് ഹായ് ഇങ്ങനെ പോകും. അപ്പം അയാൾ പറഞ്ഞു, മക്കളെ ഒരു കാര്യം ഓർത്തോണം, ഞാൻ മരിച്ചു കഴിഞ്ഞ് നിങ്ങളൊക്കെ വന്ന് കരഞ്ഞുകൊണ്ട് പൂവും റീത്തും ഒക്കെ വെക്കും. എൻ്റെ ശവത്തിനും ഗുണമില്ല, നിങ്ങൾക്കും ഗുണമില്ല. അങ്ങനെ എന്തെങ്കിലും ചുംബനമോ പൂവോ ഉണ്ട് ഇപ്പം തരികയാണ്, എനിക്കും ഗുണമുണ്ട് നിങ്ങൾക്കും ഗുണമുണ്ട്. ഇപ്പം ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കാതെ കൊടുക്കുക, മരിച്ചു കഴിഞ്ഞ് ഓർത്തിട്ട് യാതൊരു കാര്യമില്ല. അവസാനം 5, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ. നിങ്ങൾ അവധിക്ക് ചെല്ലുമ്പം വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ഒരു സ്വർഗമാണ്, മക്കളും കൊച്ചുമക്കളും വന്നിരിക്കുന്നു, ഗൃഹം. നിങ്ങൾ പോരുമ്പം എത്ര മുഴുത്ത വീടാണെങ്കിലും അത് കാരാഗ്രഹമാണ്. അതുകൊണ്ടാണ് വല്യപ്പൻ്റെയും വല്യമ്മേൻ്റെ അടുത്ത് കൊച്ചുമകളെയൊക്കെ പരമാവധി ഇരുത്തി പഠിപ്പിക്കണം. ഞാൻ എൻ്റെ കാഞ്ഞിരപ്പള്ളിയിൽ അമ്മ വീട്ടിൽ ചെല്ലുമ്പം ഞാൻ ഓർക്കുന്നു, എൻ്റെ അമ്മ വെറ്റ അടയ്ക്ക പുകല ചുണ്ണാമ്പ് എന്ന് പറയും, ഇടിക്കണം. ഞാൻ ഇടിക്കും. എൻ്റെ വല്യമ്മച്ചി പല്ലില്ലാത്ത മോണ, തുളവട പോലത്തുള്ള കാത്, കൈനീളൻ ചട്ട, തെരണ്ടിവാല് പോലെ അടുക്ക്, വെറ്റക്കട പറ്റിയത് ചട്ട ഒക്കെ ഇട്ടൊരു നിൽപ്പുണ്ട്. ഞാൻ ഇടിച്ചിടിച്ച് ഉരുട്ടി അവലോസുണ്ട പോലെയാക്കി എൻ്റെ വല്യമ്മച്ചിയുടെ വായി വെച്ച് കൊടുക്കും. വല്യമ്മച്ചി ഈ ഇടിച്ചു കൊടുത്ത അവലോസുണ്ട അന്നത്തെ വെറ്റാ പോലെ ഞെക്കിയിട്ട് ഒരു തുപ്പ് ഒരു ചീറ്റ് ചോരവെള്ളം പോലെ പുറത്തോട്ട്. ഞാൻ ഓർക്കും, അത്ഭുത വല്യമ്മച്ചി അവലോസുണ്ട കടിക്കുന്നു, ചോരവെള്ളം പുറത്തേക്ക് തൂക്കുന്നു. എൻ്റെ അമ്മയ്ക്കും പ്രായമാകുമ്പം ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഓർത്തിരുന്നു. ഇന്ന് പഠിപ്പിക്കുന്നത് കാരണന്മാർ ഭാരം, പണ്ട് പഠിപ്പിച്ചൊരു ഭാഗ്യം. കാരണന്മാരെ ഒരു ഭാഗ്യമായിട്ട് കാണുക, അത് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുക. ഞാൻ തൃശ്ശൂരിൽ കപ്പുച്ചിൻ വൈദികരുടെ ഒരു സെമിനാറിൽ ഷെവലിയർ ഔസേഫ് സാറിനെ ക്ലാസ്സിലെടുക്കാൻ വേണ്ടി വിളിച്ചു. ഔസേഫ് സാറ് ക്ലാസ് എടുത്തിട്ട് പറഞ്ഞു, കാസയും പീലാസയും പിടിക്കുന്ന നിങ്ങളുടെ കൈകളേക്കാൾ പരിശുദ്ധമാണ് വൃദ്ധനായ എൻ്റെ ചുളു വീണി കൈകൾ. വാർദ്ധക്യത്തിൽ തളർന്നു കിടന്ന എൻ്റെ അപ്പൻ്റെ മലമൂത്രങ്ങൾ 2 വർഷക്കാലം എൻ്റെ കൈകൊണ്ട് വൃത്തിയാക്കിയതാ. എൻ്റെ അപ്പനെ വൃത്തിയാക്കി കൈകൾ അച്ഛന്മാരായ നിങ്ങളുടെ കാസയും പീലാസയും പിടിക്കുന്ന കൈകളേക്കാൾ പരിശുദ്ധമാണ്. ഈ ചിന്തകൾ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം.